ൂടെ കൈക്ക് നടക്കുന്ന ആ അത്ഭുതപരമായ കാര്യങ്ങൾക്കൊക്കെ അല്ലാഹുവിന്റെ അനുമതി വേണം, നമ്മുടെ കാര്യങ്ങൾക്കൊന്നും അനുമതി വേണ്ട എന്നാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അദ്ദേഹം ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഞാൻ എന്റെ കൈ ഉയർത്തുന്നു, എന്റെ കൈ ഉയർത്തുന്നത് എനിക്ക് അല്ലാഹു ഉദ്ദേശിക്കുമ്പോൾ അല്ലാഹു അങ്ങ് ചെയ്യുന്ന പ്രവൃത്തിയാണ്. ഇതേപോലെ അമ്പിയാക്കന്മാർ അവരൊരു കാര്യം ഉണ്ടാകണമെന്ന് ഉദ്ദേശിക്കുമ്പോൾ അവരങ്ങ് ചെയ്യും. അപ്പൊ അവരുദ്ദേശിക്കുന്നത് അള്ളാഹു ഉദ്ദേശിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ആ കാര്യം അങ്ങ് ചെയ്യും. ചുരുക്കി പറയട്ടെ, അദ്ദേഹം അതിലൂടെ പറഞ്ഞതെന്താണെന്നോ, വളച്ചുകെട്ടില്ലാതെ പറഞ്ഞത്, അദ്ദേഹം കൈ ഉയർത്തും പോലെയുള്ളൂ അമ്പിയായിന്റെയും ഔലിയായിന്റെയും ഒക്കെ കറാമത്തുകളും മുഅ്ജിസത്തുകളും ഒക്കെ അത്ര നിഷ്പ്രയാസം ഓരോരുത്തർക്കും യഥേഷ്ടം ഉപയോഗിക്കാനുള്ള ഒരു കഴിവാണത് എന്നാണ് അദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ളത്. ആ വാചകമൊന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. സഹോദരന്മാരെ, അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഞാൻ പറയട്ടെ, മുസ്ലിമീങ്ങൾ വിശ്വസിച്ചു വെച്ചോ, അമ്പിയാക്കൾ ഔലിയാക്കൾ അവർക്കൊരു കറാമത്ത് വേണമെന്ന് ഉദ്ദേശിക്കുമ്പോൾ അത് ഉദ്ദേശിക്കുന്നത് അല്ലാഹു ഉദ്ദേശിക്കുമ്പോഴാണ്. അങ്ങനെ അവരങ്ങ് ഉദ്ദേശിക്കുമ്പോൾ അല്ലാഹു തആല കറാമത്ത് മുഴുവൻ കൊടുക്കലാണ്. അല്ലാഹ് അതിനുള്ള കഴിവ് കൊടുക്കലാണ്. ഇതുപോലെ ഞാൻ എന്റെ കൈ ഉയർത്തണമെന്ന് ഉദ്ദേശിക്കുന്നു. ആ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ്? അല്ലാഹു തആല ഉദ്ദേശിക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ ഉദ്ദേശിക്കുമ്പോൾ ഞാൻ എന്റെ കൈ ഉയർത്തുന്നു. അങ്ങനെ ഉയർത്തുമ്പോൾ അല്ലാഹു എനിക്ക് കൈ ഉയർത്താൻ കഴിവ് തരുന്നു. ഈ ഉയർത്തുന്നത് എന്റെ ശക്തിയല്ല, അല്ലാഹുവിന്റെ ശക്തിയാണ്. ഇത് ഉയർത്താൻ തോന്നിപ്പിച്ച റബ്ബ് അല്ലാഹുവാണ്. ഉയർത്തുന്നതും അല്ലാഹു തആല തരുന്നത് തന്നെ ശക്തിയാണ്. ഈ ഉയർത്തലിനെ പടക്കുന്നതും അല്ലാഹയാണ്. ഞാൻ അതുമായി ബന്ധപ്പെടുന്ന മാത്രമേ ഉള്ളൂ. ഇതുപോലെ തന്നെ ഒരു കറാമത്ത് കാണിക്കണമെന്ന് ഒരു വലിയ ഉദ്ദേശിക്കുമ്പോൾ ആ ഉദ്ദേശിക്കുന്നത് അല്ലാഹു തആല ഉദ്ദേശിക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ അദ്ദേഹം ഉദ്ദേശിക്കുമ്പോൾ അല്ലാഹ് കറാമത്തങ്ങ് കൊടുക്കുന്നു, പടച്ചു കൊടുക്കുന്നു. അപ്പൊ എന്തിനാ അത് പറഞ്ഞതെന്നറിയോ? നമ്മൾ അമ്പിയായിനോടും ഔലിയായിനോടൊക്കെയാണ് വിളിച്ച് ദുആ ചെയ്യുമ്പോ അവരാണ്ട് ഉത്തരം ചെയ്യാനാണ്, ഇപ്പോൾ ഉത്തരം കൊടുക്കണം എന്ന് അവരാണ് വിചാരിക്കും. അപ്പൊ അള്ളാഹു ആണ്ട് ഉത്തരം ചെയ്യും, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള കഴിവാണ് കൊടുത്തിട്ടുണ്ട് എന്നാണ്. ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ എന്താണ് അമ്പിയായിന്റെ സ്ഥിതി എന്ന്, അതേപോലെ തന്നെ മുഅ്ജിസത്തിന്റെ ഈ കറാമത്തിന്റെ ഒക്കെ സ്ഥിതി എന്ന് നമ്മൾ പറഞ്ഞു. ഇവരിത് പറയുന്നത് മഹാന്മാരായ ആളുകളെ അവരുടെ മരണാനന്തരവും വിളിച്ചു പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണ്. സഹോദരന്മാരെ, മഹത്തുക്കളായ ആളുകൾ ആരാവട്ടെ, നാം അവരെ വിളിക്കുന്ന വിളി അവര് കേൾക്കും എന്നുള്ളതിന് തെളിവുണ്ടോ? ആരാവട്ടെ, അവര് നമ്മുടെ വിളി കേൾക്കുന്നുണ്ടോ? ഇനി കേട്ടു എന്ന് സങ്കൽപ്പിച്ചാൽ തന്നെയും ഉത്തരം ചെയ്യാൻ അവർക്ക് കഴിയുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആക്കും വലൗ സമിഉ മസ്തജാബൂ ലക്കും. നിങ്ങൾ അവരെ വിളിച്ചാൽ ലാ യസ്മഉ ദുആക്കും, നിങ്ങളുടെ വിളി അവർ കേൾക്കുന്നതല്ല. ഇനി വലൗ സമിഉ, ഇനി എന്തൊക്കെ പറഞ്ഞിട്ട് ഒപ്പിച്ചുണ്ടാക്കിയിട്ട് കേൾക്കും എന്ന് വരുത്തി തീർക്കുന്നത് എന്തിനാണ്? കേട്ടിട്ട് ഉത്തരം കിട്ടാനല്ലേ? എങ്കിൽ റബ്ബ് പറയുകയാണ് വലൗ സമിഉ, ഇനി കേട്ടിട്ടല്ല, വാദത്തിന് വേണ്ടി സമ്മതിച്ചു തരാം. കേട്ടു എന്ന് സങ്കൽപ്പിച്ചാൽ തന്നെയും മസ്തജാബൂ ലക്കും, അവർ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതല്ല. അപ്പൊ സഹോദരന്മാരെ, ഈ മുഅ്ജിസത്ത് കറാമത്ത് ഇതിലേക്ക് കടന്നു വരാനുള്ള കാരണമില്ലായില്ലേ? മുസ്ലിയാക്കന്മാർ ഈ മുഅ്ജിസത്ത് കറാമത്ത് കൊണ്ട് ഈ ദുർവ്യാഖ്യാനങ്ങളൊക്കെ നടത്തുന്നതിന്റെ പിന്നിലെ രഹസ്യം മനസ്സിലായില്ലേ? എന്തിനു വേണ്ടിയാണെന്നോ, നാം അങ്ങ് വിളിക്കുന്ന നേരത്ത് അതാ മുത്ത് മുസ്തഫയത് കേൾക്കുന്നു, നമ്മുടെ അടുത്തേക്ക് ഓടി വരുന്നു, നമ്മുടെ അടുത്ത് വന്ന് സഹായിക്കുന്നു. നാം കാണുന്നില്ലെന്നേയുള്ളൂ, നമ്മുടെ കൺമുമ്പിൽ നിന്ന് മറഞ്ഞിട്ടേയുള്ളൂ. ഇവിടെ എപ്പോഴും നമ്മുടെ വിളി കേട്ട് വരാനും കാണാനും ഉത്തരം ചെയ്യാനുമൊക്കെ അല്ലാഹു അവർക്ക് കഴിവ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള അമ്പിയാക്കളും അതേപോലെ തന്നെ ഔലിയാക്കളുമൊക്കെ നമ്മൾ വിളിക്കുന്ന നേരത്ത് നമ്മുടെ അടുത്തേക്ക് വരാനും നമ്മെ സഹായിക്കാനും നമ്മെ കാണാനും നമുക്ക് ഉത്തരം നൽകാനുമൊക്കെ അവർക്ക് കഴിവുണ്ട്. ആ കഴിവ് ഇല്ല എന്ന് പറയുന്നവർ അള്ളാഹുവിന്റെ കഴിവിനെ നിഷേധിക്കലാണ്. അള്ളാഹുവിന് അവർക്ക് കഴിവ് കൊടുക്കാൻ കഴിയൂല എന്ന് പറയലല്ലേ? അതല്ലേ ഇന്നലെ നിങ്ങൾ ഇർഫാദ് മാസികയിൽ നിന്ന് വായിച്ചത്? എവിടേക്കാണ് പോക്ക് എന്നും എന്തിനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കിയത് മുസ്ലിയാര് എന്നും നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ സഹോദരന്മാരെ? അതുകൊണ്ട് ആവർത്തിച്ചോർമ്മപ്പെടുത്തട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് മാത്രമേ ദുആ ചെയ്യാൻ പാടുള്ളൂ, അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ.
അവനെ നമ്മുടെ ഏത് ഘട്ടത്തിലുമുള്ള വിളി കേൾക്കാൻ കഴിയൂ. മഹാന്മാരായ അംബിയായിനോ ഔലിയായിനോ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെയും വിദൂരമായ ദിക്കിൽ നിന്ന് വിളി കേൾക്കാനുള്ള ഒരു മുഅ്ജിസത്തോ കറാമത്തോ കൊടുത്തിട്ടില്ല, ജീവിതകാലത്ത് പോലും നൽകിയിട്ടില്ലല്ലോ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് മസ്അല ചോദിക്കാൻ വേണ്ടിയും പല കാര്യങ്ങളിലും തർക്കം തീർക്കാനൊക്കെ വേണ്ടിയും മദീനയുടെയും മക്കയുടെയും ഒക്കെ വിദൂരമായ മലമടക്കുകളിൽ നിന്ന് ദേശങ്ങളിൽ നിന്ന് സഹാബിമാര് കുതിരപ്പുറത്തും കഴുതപ്പുറത്തുമൊക്കെ, അന്ന് വാഹനങ്ങൾ അതൊക്കെയല്ലേ, അവരെത്ര പ്രയാസം സഹിച്ചു മാസക്കണക്കിന് വഴിദൂരം താണ്ടിയിട്ടാണ് മുത്ത് മുസ്തഫയുടെ തിരുഹദറത്തിൽ അവരെത്തിച്ചേരുന്നത്. എന്തിനാ അവരിങ്ങനെ കഷ്ടപ്പെടുന്നത്? എന്തിനാ ഞങ്ങൾ കഴുതപ്പുറത്ത് യാത്ര ചെയ്യുന്നത്? എന്തിനാ ഞങ്ങൾ കുതിരപ്പുറത്ത് പോകുന്നത്? എന്തിന് നമ്മൾ കഷ്ടപ്പെടണം? ഈ കാലാവസ്ഥ പ്രതികൂലമായ ഘട്ടത്തിൽ പോലും സഹാബിമാര് വരികയാണ് റസൂലുള്ളാഹിയുടെ തിരുമുമ്പിലേക്ക്. എന്തിന്? അവർക്ക് മസ്അലകൾ ചോദിക്കണം. വിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് കാണാം പല സ്ഥലങ്ങളിലും യസ്അലൂനക യസ്അലൂനക യസ്അലൂനക, നബിയേ താങ്കളോടവർ ചോദിക്കുന്നു, താങ്കളോടവർ ചോദിക്കുന്നു. പല കാര്യങ്ങളെ കുറിച്ചും ചോദിച്ചറിയാൻ വേണ്ടി സഹാബിമാര് വന്നിട്ടില്ലേ? പലരും വന്നിട്ടില്ലേ? വഫുദുകളും ദൗത്യ സംഘങ്ങളുമൊക്കെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയിട്ടില്ലേ? അങ്ങനെ എത്തിയവരിൽ അമുസ്ലിമീങ്ങളും ഉണ്ടായിട്ടുണ്ട്. മഹാന്മാരായ സഹാബികൾ മുഅ്മിനീങ്ങളായ ആളുകളും എത്തിയിട്ടുണ്ട്. അവരാ മുഅ്മിനീങ്ങൾ എന്താ വിശ്വസിച്ചത്? സഹാബിമാരെന്താ വിശ്വസിച്ചത്? ഞങ്ങളുടെ കരളിന്റെ കഷ്ടമായ നേതാവ് മദീനത്ത് ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് അവിടുത്തെ കാതുകൾക്ക് ഞങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് വിളിച്ചാൽ കേൾക്കാനുള്ള കഴിവുണ്ട്. അവിടുത്തെ കണ്ണുകൾക്ക് ഞങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞാലും ഞങ്ങളെ കാണാനുള്ള കണ്ണുണ്ടേ, ഞങ്ങളെ വാക്കുകൾ കേൾക്കാനുള്ള കാതവിടുത്തേക്കുണ്ടേ എന്ന് സഹാബിമാര് പോലും വിചാരിച്ചു പോയില്ല. അവരവിടെ നിന്നൊന്നും വിളിച്ചിട്ടില്ല, അവിടെ നിന്നൊന്നും അവർ നബിയോട് സങ്കടം പറഞ്ഞിട്ടില്ല. അവർക്കെന്തേ മുഅ്ജിസ